ശ്രീമദ് ഭാഗവതം ക്ലാസ് 46 നമ്മൾ നോക്കുന്നത് സ്കന്ധം 3 അധ്യായം 17 ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപിൻ്റെയും ജനനമാണ്. അപ്പോൾ നേരിട്ട് അതിലേക്ക് കടക്കാം. വളരെ ലളിതമായിട്ടാണുള്ളത്, അധികം വ്യാഖ്യാനത്തിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. അപ്പോൾ ഒന്നിൽ മൈത്രേയൻ പറയുകയാണ്, ബ്രഹ്മദേവൻ ഈ വിവരിച്ചതെല്ലാം കേട്ടിട്ട്, കാരണം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ആരാണെന്നും എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്നും എല്ലാം ഉള്ള കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ ദേവന്മാരെല്ലാം സ്വർഗത്തിലേക്ക് പോയി. ഇത് രണ്ടിലും പറയുന്നു. ദിതിയാകട്ടെ 100 വർഷം കഴിഞ്ഞപ്പോൾ 2 കുട്ടികൾക്ക് ജന്മം നൽകി. 100 വർഷം കഴിഞ്ഞിട്ടാണ് ജന്മം നൽകി. കാരണം എല്ലാം ഒരു പീരീഡ് അനുസരിച്ചിട്ടാണ് സൃഷ്ടി നടക്കുക. എല്ലാം ഒരു പ്ലാൻ അനുസരിച്ചിട്ടാണ്, പരമാത്മാവെന്ന പ്ലാൻ അനുസരിച്ചിട്ടാണ് സൃഷ്ടി പുരോഗമിക്കുന്നത്. ഇവിടെ ഒന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ല. ആദ്യമായിട്ടുള്ള സൃഷ്ടിയായിട്ട് തന്നെ ഇതിനെ കാണണം. ബ്രഹ്മാവ് വന്നിട്ടുണ്ട്, അല്ല, ബ്രഹ്മാവിനാൽ സൃഷ്ടി നടക്കുമ്പോൾ ആദ്യമായിട്ടുള്ളതായിട്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് മാനസപുത്രന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട്, സനകാദികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരു പ്രപഞ്ചമെന്ന നിലയിലുള്ള സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം പറയുന്നത്. അങ്ങനെ 100 വർഷം കഴിഞ്ഞപ്പോൾ അവർ 2 കുട്ടികൾക്ക് ജന്മം നൽകി. 3-ലും 4-ലും പറയുകയാണ്, അവർ ജനിക്കുന്ന സമയം ലോകത്തിൽ പല മഹാഭയം വരുത്തുന്ന അനേകം ദുർലക്ഷണങ്ങൾ കണ്ടു. ലോകത്തിൽ ഭയം വരുത്തുന്ന അനേക ദുർലക്ഷണങ്ങൾ കണ്ടു. എന്തും ലോകത്ത് ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ പോകുമ്പോൾ അത് ലോകത്തിലെ കാലാവസ്ഥയിലും പ്രകൃതിയിലും എല്ലാം പ്രകടമാകും. നമ്മളിന്ന് 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ, മഹാഭാരത യുദ്ധത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ലോകത്തിൽ എന്തെല്ലാം രോഗങ്ങൾ, കൊറോണ പോലെയുള്ളത് കണ്ട്, വലിയ പ്രകൃതിക്ഷോഭങ്ങളെല്ലാം കണ്ട്, അതിനപ്പോൾ അത്തരത്തിലുള്ളൊരു വർണ്ണന ഇവിടെ തരികയാണ്. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ ലോകത്തിലും 3 ലോകത്തിലും പല ഭയം വരുത്തുന്ന അനേകം ദുർലക്ഷണങ്ങൾ കണ്ട് എന്നിട്ട് പറയുമ്പോൾ ഈ 3 ലോകവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ആദ്യം ഓർക്കണം. ഇത് കഥയാണ്. കഥയിലൂടെ പറയുമ്പോൾ ആശയം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ആ സമയത്തൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെയൊന്ന് കാണാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഒന്ന്, കാരണമാകുന്ന ജലം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന കുറേ കണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ഗോളങ്ങളെല്ലാം ഉണ്ടായ ആ ഒരവസ്ഥയിലുള്ളതാണ്. അപ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എല്ലാം ഒന്നും കാണാൻ പോകുന്നൊന്നുമില്ല, ഇനി പറയാൻ പോകുന്നതൊന്നും കാണാൻ പോകുന്നില്ല. കാരണം കഥയിൽ അങ്ങനെ പറയും. കഥയിൽ, അതുകൊണ്ടാണ് കഥയിൽ അർത്ഥം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അതേപോലെ എടുക്കരുത്. അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങളിങ്ങനെ പറയുമ്പോൾ ചിന്തിച്ചോളണം, അവിടെ അതിന് ഈ പറയാൻ പോകുന്നതൊന്നും ഉണ്ടായില്ലല്ലോ, പിന്നെ എങ്ങനെ അത് സംഭവിക്കുന്നതെന്നല്ല. കാരണം കഥയാണ്. പക്ഷേ ഈ സംഭവങ്ങൾ എപ്പോൾ ഉണ്ടാകാം? ഇതെല്ലാം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഈ ലക്ഷണങ്ങളെല്ലാം കാണുമെന്ന നിലയിൽ കാണണം. എന്തെല്ലാം പറയുന്നത് നോക്കാം. ഭൂപ്രദേശങ്ങളെല്ലാം ഇളകി, ശരിയാണ്, ഗോളങ്ങളെല്ലാം കുറയുണ്ട്. ഭൂമി എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഭൂമിയാണ്ടിക സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ വരണം, എങ്കിലേ അതിന് ഭൂമിയുടെ ഗുണം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗോളങ്ങളെല്ലാം അങ്ങനെ പൊടികളും ഗോളങ്ങളും കണങ്ങളും എല്ലാം ഉണ്ട്, ഊർജ തരംഗങ്ങളെല്ലാം, അതെല്ലാം ഇളകി. ആ നിലയിലെടുത്താൽ മതി. ദിക്കുകൾ കത്തിയെരിഞ്ഞു, ആ കുഴപ്പമൊന്നുമില്ല, ദിക്കുകളെല്ലാം കത്തിയെരിഞ്ഞു. കൊള്ളിമീനുകൾ വീഴുക, കുഴപ്പമില്ല. ധൂമകേതു ഉദിക്കുക, അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം സംഭവിച്ചു. പിന്നെ 5-ൽ പറയാ, കാറ്റ് മരങ്ങളെ ചുഴറ്റിയെറിഞ്ഞു. അപ്പം മരം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിക്രമത്തിൽ ഈ മരങ്ങളെല്ലാം ഉണ്ടായതാണ് പറയാൻ പോകുന്നത്. അപ്പം അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിച്ചോണം. കാറ്റിനാൽ മരങ്ങൾ ചുഴറ്റി എറിയപ്പെട്ടു. അത് നമ്മൾ ലോകത്തിൽ ഇന്ന് സംഭവിക്കുന്നതിനാണ്. ആകാശം പൊടിപടലം കൊണ്ട് നിറഞ്ഞു, അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഡൽഹി അടക്കം
ആകാശം മുഴുവൻ പൊടി കൊണ്ട് നിറഞ്ഞത് ഇതിനിടക്ക് വാർത്തയല്ലേ, ഇടയ്ക്കല്ല, ഈ അടുത്ത കാലത്തായിട്ട് ലോകത്തിലും സംഭവിക്കുന്നുണ്ട്. അട്ടഹസിക്കുന്ന മിന്നൽ പിണറുകൾ, കുഴപ്പമില്ല. ഇരുട്ടിനാൽ ഗോളങ്ങളെല്ലാം മറഞ്ഞുപോയി. അവിടെ എന്തെല്ലാം ഗോളങ്ങളുണ്ടോ അതെല്ലാം അങ്ങ് മറഞ്ഞുപോയി, കുഴപ്പമില്ല, അതെല്ലാം സംഭവിക്കാം. 6 കടൽ ഇളകി മറിഞ്ഞു. ഇന്നത്തെ നിലയിൽ കടൽ ഇളകി മറിയുന്നുണ്ടല്ലോ. അമേരിക്കയിലെല്ലാം വെള്ളം കയറിയത് നമ്മൾ കണ്ടില്ലേ, കാട്ട് തീ പോലും ഉണ്ടായിരുന്നു അല്ലേ. ദിക്കുകളെല്ലാം കത്തി എരിഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ അമേരിക്കയിലെ ദിക്കുകളെല്ലാം കത്തി എരിഞ്ഞില്ലേ, അതെല്ലാം കുഴപ്പമൊന്നുമില്ല. 6 കടൽ ഇളകി മറിഞ്ഞു. അവിടെയെല്ലാം കടല് വെള്ളം പല രാജ്യത്ത് ഇടിച്ചു കയറി. താമര പൊയ്കകളെല്ലാം കലങ്ങി മറിഞ്ഞു. താമര പൊയ്കൾ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ അടുത്ത് താമര പൊയ്കൾ ഉണ്ട് എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്ന് പറയുന്നത് ആ പ്ലാനിൻ്റെ അകത്തുള്ള ആ സത്തയാണ്, അല്ലാതെ പൊയ്കയായിട്ടല്ല. കാരണം കഴിഞ്ഞ യുഗത്തിലെ എല്ലാം പോയിട്ട് അവിടെ പോയിട്ട് ഒരു സത്തയായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ ചേനയിൽ നിന്ന് ചെടി വന്നു, പിന്നെ ഉണങ്ങിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ പോയി കഴിഞ്ഞാൽ ആ സത്തയിൽ എല്ലാം ഉണ്ട്. ആ ചെടി ഉണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളും ആ നിലയിൽ മാത്രമേ ഉള്ളൂ. അത് ഇളകി മറിഞ്ഞു പോകും. അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ഇനി 7-8 രാഹു ഗ്രഹം എന്ത് ചെയ്തു? സൂര്യചന്ദ്രന്മാരെയെല്ലാം കീഴടക്കി എന്നുള്ള നിലയിൽ. അതായത് രാഹു കേതുക്കൾ ആണ് ഗ്രഹണങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരം സമയത്ത് തന്നെയാണ് പ്രകൃതിയിൽ വലിയ മാറ്റം. അതൊരു വലിയ ലക്ഷണം തന്നെയാണ് ഗ്രഹണങ്ങൾ സംഭവിക്കുക. മഴക്കാറില്ലാതെ ഇടിമുഴക്കങ്ങൾ, അത് കുഴപ്പമൊന്നുമില്ല. അന്ന് മഴക്കാറൊന്നുമില്ല, അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇടിമുഴക്കെല്ലാം ഉണ്ടാകാം. കണങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ ഇടിമുഴക്കങ്ങളെല്ലാം ഉണ്ടാകാം, കുഴപ്പമില്ല. ഗ്രഹങ്ങൾ ചിലപ്പം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കൂട്ടിയിടിക്കുകയെല്ലാം ചെയ്യാം. 9 ഗ്രാമാന്തർഭാഗത്ത് വായിൽ തീ കത്തി നിറച്ചുകൊണ്ട് പെൺ കുറുനിരകൾ കുറുനരികൾ. അപ്പം ഗ്രാമത്തിൻ്റെ അന്തർഭാഗത്ത് തീ തുപ്പുന്ന മാതിരി പെൺ കുറുനിരകളുണ്ട്. ഗ്രാമങ്ങൾ എവിടെ ഉണ്ടായിരിക്കുന്നത്? ഗ്രാമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് ഇന്നത്തെ കാലത്തെ കാര്യങ്ങൾ പറയുന്നതായിട്ട് കണ്ടാൽ മതി. കുറുക്കനും കൂമനും എല്ലാം ഓരിയിടുകയാണ്. കുറുക്കനും കൂമനൊന്നും ഉണ്ടായിട്ടില്ല അന്നത്തെ കാലത്ത്, കഥയിലാണ്. അത് എപ്പോഴേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഇന്നത്തെ കാലത്ത് കുറുക്കനും കൂമനും എല്ലാം ഓരിയിടും. ഇത്തരം അമംഗളങ്ങളായ ശബ്ദങ്ങൾ, നായ്ക്കൾ പലതരം ശബ്ദങ്ങൾ പുറപ്പെടും. ഓരിയിടുക എന്നല്ല നമ്മൾ പറയുന്നില്ല, നായ്ക്കൾ. അന്ന് പക്ഷെ നായൊന്നും ഉണ്ടായില്ലേ. അതാണ് നേരത്തെ പറഞ്ഞത്, അവരിതെല്ലാം അറിയാതെ കൊണ്ടൊന്നും എഴുതുന്നതല്ല. കഥയിലും ചോദ്യമില്ല. ഇത്തരം ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ നടക്കുമ്പോൾ പ്രപഞ്ചത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു നാട്ടിൽ കുറുക്കനില്ലാത്ത നാട്ടിലുണ്ട് എന്ന് വെച്ചോളൂ. അവിടെ കുറുക്കൻ ഓരിയിടണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഷ്ടമാണ്. കുറുക്കൻ ഓരിയിടണം. ഇപ്പോൾ അമേരിക്കയിൽ കുറുക്കനില്ലാതെ വെച്ചോളൂ. അപ്പോൾ അമേരിക്കയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുറുക്കൻ ഓരിയിടണം, നിമിത്തം കാണിക്കണം എന്നെല്ലാം വാശി പിടിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. അപ്പം അതേപോലെ അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല. പക്ഷെ ഈ ലക്ഷണങ്ങളെല്ലാം ആണ് ദുർനിമിത്തങ്ങൾ. കഴുതകൾ നഖങ്ങളാൽ നിലത്തേക്ക് മാന്തി. ഇത് 9, 10, 12, 13 പറയുന്നത്. കുറച്ചെല്ലാം വിട്ടിട്ട് തന്നെ പറയാം. വീട്ടിൽ അധികമൊന്നും വിടുന്നില്ല, എന്നാലും വിട്ടിട്ടെല്ലാം പറയുകയാണ്. ആശയം പിടിയിരിക്കാൻ മതിയല്ലോ. കഴുതകൾ നിലത്ത് മാന്തുന്നു. കഴുതകളുടെ ഒച്ച കേട്ടിട്ട് പേടിച്ചിട്ട് പക്ഷികളെല്ലാം കൂടുവിട്ട് പുറത്തേക്ക് ചാടുകയാണ്. ആകാശത്ത് വട്ടമിട്ട് നടക്കുകയാണ്. പശുക്കൾ മലമൂത്ര വിസർജനം, അവിടെ ഒപ്പം തന്നെ മലമൂത്ര വിസർജനം ചെയ്യുകയാണ് ഇവർ ജനിച്ചപ്പോൾ, ഇവരുടെ ഈ കാലഘട്ടത്തിൽ. മേഘങ്ങൾ മലം വർഷിച്ചു എന്നാണ് പറയുന്നത്. ദേവപ്രീതികൾ, അതായത് ചില കാലത്ത് മഴത്ത്, അത് നമ്മൾ ലോകത്ത് കാണുന്നുണ്ട്. മത്സ്യം മഴയിൽ വീഴുന്നതായിട്ടും പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഐസ് വീഴും, പക്ഷെ മത്സ്യവും വേറെ പലതും എല്ലാം വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ആ തരത്തിൽ ഇനിയെല്ലാം കണ്ടാൽ മതി. മരങ്ങളെല്ലാം കാറ്റില്ലാതെ മറഞ്ഞു വീണു. അപ്പോൾ മരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
അപ്പം നമ്മൾ ഇതെല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കഥയിലപ്പോൾ അതേപോലെ നമ്മൾ ഒരുക്കിയെടുക്കരുത്. കഥയിൽ അങ്ങനെ പലതും പറയും, അതിലുള്ള കഥാപാത്രങ്ങളെയൊന്നും അതേപോലെ എടുത്തേക്കരുത്. എല്ലാവരും ആരെയും തന്നെ കൃഷ്ണൻ തന്നെ പറഞ്ഞ എന്താണ്, ഞാൻ കാലമാകുന്നു. ഇനി 14 ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മറ്റുമെല്ലാം വക്രഗതിയിൽ പരസ്പരം കലഹിച്ചു. അത് ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും. അവിടെ വെച്ച് ഏറ്റുമുട്ടാന്ന് പറഞ്ഞാൽ ഗ്രഹം കൂട്ടിയിടിക്കുന്നല്ല അർത്ഥം. ഈ കാലഘട്ടത്തിൽ, ഈ പറയുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ ഗ്രഹങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാവുമല്ലോ, അവ തമ്മിൽ കൂട്ടിമുട്ടാം, അത് യുദ്ധമായിട്ട് എടുക്കാം. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഗ്രഹങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള ഓരോ വഴി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ വഴിയിലൂട്ടേ പോകും, അപ്പോൾ കൂട്ടിമുട്ടില്ല. പക്ഷെ അടുത്ത് വരുമ്പോൾ പരസ്പരം എതിർക്കുന്ന ഇതുണ്ട്. അതിനാണ് ഗ്രഹങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നെല്ലാം പറയുന്നത്. ഗ്രഹങ്ങൾ തമ്മിലുള്ള യുദ്ധം. അതേസമയം ഗ്രഹങ്ങൾക്ക് വക്രഗതി വരിക, ഇതെല്ലാം ഇത്തരം ദുർനിമിത്തങ്ങൾ ലോകത്ത് സംഭവിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി 15 വേറെ പല ദുർനിമിത്തങ്ങളും കണ്ടിട്ട് ജനങ്ങൾ സനകാദികൾ ഒഴികെ എല്ലാവരും ഭയന്ന് വിറച്ചു. അന്ന് ജലമൊന്നും ഉണ്ടായിട്ടില്ല, ജലം ഉണ്ടാകാൻ പോകുന്നേ ഉള്ളൂ. ഈ ഭൂമിയെടുത്ത് സൂര്യന്റെ ഭ്രമണപഥത്തിൽ പോലും വെച്ചിട്ടില്ല, പിന്നെ എവിടുന്ന ജനങ്ങൾ ഉണ്ടാകുന്നത്? അതാണ് നമ്മൾ പറയേണ്ടത്. ഒരു കഥയിൽ നമ്മൾ ആശയം എടുക്കുക, ഇത് ഏത് കാലത്തേക്കാണ് ആപ്ലിക്കബിൾ എന്ന് ചിന്തിക്കണം, എന്നിട്ട് അതിനനുസരിച്ച് വിലയിരുത്തണം. അല്ല അതേപോലെ ഇത് അന്നത്തെ കാലം അവിടെ നടപ്പാക്കാൻ ശ്രമിച്ചാൽ യുക്തിവാദികൾക്ക് മുമ്പിൽ തലയിൽ കുനിച്ച് നിൽക്കാനേ പറ്റുകയുള്ളൂ. എൻ്റെ 16 എന്താ പറയുന്നു? ആദിയിലെ അസുരന്മാരായ അവർ. ആദിയിലെ അസുരന്മാരാണ് ആര്? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും. ആദി എന്ന് പറയുമ്പോൾ സൃഷ്ടി തുടക്കുമ്പോഴുള്ള ആദി. അന്നേരം പിന്നെ മനുഷ്യരൊന്നും ഉണ്ടാകാൻ പറ്റില്ലല്ലോ. അപ്പം ഇതെല്ലാം റിയാക്ഷൻസ് ആണ്. ഒരു ബലങ്ങളുണ്ട്, കുറേ ബലങ്ങളുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് എല്ലാം നടപ്പാക്കേണ്ടത്. ആ നടപ്പാക്കേണ്ട സമയത്ത് തരംഗങ്ങളെ കൂട്ടിച്ചേർത്ത് കണങ്ങളാക്കും, കണങ്ങളെ കൂട്ടിച്ചേർത്ത് ആറ്റങ്ങളാക്കി, ഇങ്ങനെ കൂട്ടിക്കൂട്ടി ജനിതക ഘടനയെല്ലാം ഉണ്ടാക്കി അതിൽ മനുഷ്യരുടെ ജീവനെയെല്ലാം കടത്തിവിട്ടിട്ട് പ്രേരിപ്പിക്കുന്ന ചില ശക്തികളാണ് ദേവന്മാർ. ആ ഒരു ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ദേവന്മാരാണ്, അല്ലെങ്കിൽ ഒരു ബലമാണ് പുതിയ പുതിയ സൃഷ്ടിക്ക് പ്രേരണ ചെലുത്തുമ്പോൾ. അതേസമയം അതിനെന്തുണ്ട്? ഒരു റിയാക്ഷൻ ഉണ്ട്, ന്യൂട്ടന്റെ തേർഡ് ലോ. അതാണ് തമോ ഗുണം. ഈ തമോ ഗുണമുള്ളവരായാണ് രാക്ഷസന്മാരായിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ദേവന്മാരും ഉണ്ടായി, അതിൻ്റെ പ്രതിയോഗികൾ, എല്ലാ നല്ല കർമ്മത്തെയും തടസ്സം നിർത്തുന്ന ശക്തിവിശേഷം അസുരന്മാരും ഉണ്ടായി. അങ്ങനെ ഉണ്ടായിരിക്കുന്ന ആദ്യത്തെ അസുര ബലങ്ങളാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ആദ്യമുണ്ടായ. അപ്പോൾ ഒരു സൃഷ്ടിക്ക് നമ്മൾ ബ്രഹ്മാവ് എന്തെങ്കിലും ഒരു സൃഷ്ടിക്കാൻ തുടങ്ങുമ്പോൾ അത് ആ ബലത്തെയാണ് ദേവന്മാർ എന്ന് പറയുന്നത്. ഉടനെ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുന്ന ഒരു ശക്തി ഉണ്ടാകും, അതാണ് അസുരന്മാർ. അങ്ങനെ ആദ്യമുണ്ടായ അസുര ബലങ്ങളെയാണ് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നെല്ലാം നമ്മൾ കാണേണ്ടത്. അപ്പം അവർ രണ്ടുപേരും 16 പറയുകയാണ്, കല്ല് പോലെയുള്ള ശരീരത്തോടുകൂടി വേഗത്തിൽ വളർന്നു എന്ന് പറയുകയാണ്. ആ ശരീരം ലോകം മുഴുവൻ വ്യാപിച്ചു. ലോകം മുഴുവൻ എതിർപ്പാണ് ആദ്യം ഉണ്ടാക്കുക. ഇപ്പം നമ്മൾ രാവിലെ ഉറങ്ങിക്കിടക്കുകയാണ്, എണീച്ചു, ഒരു ജോലി ചെയ്യണമെന്ന് വെച്ചോളൂ. ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കർമ്മമാണ്, ഒരു ദൈവിക പ്രവൃത്തിയാണ്. അതിന് എഴുന്നേൽക്കുമ്പോൾ കട്ടിൽ ഇലയെ ഭൂമി പിടിച്ച് വലിക്കുക. ഇപ്പോൾ എണീക്കേണ്ട അവിടെ തന്നെ കിടന്നു വേണം. അപ്പോൾ ആദ്യം തന്നെ എന്തുണ്ട്? അസുരന്മാരുണ്ട്. അസുരന്മാരില്ലാത്ത സ്ഥലമില്ല. ലോകം മുഴുവൻ അസുരന്മാർ കിടക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഇറക്കാൻ നോക്കുമ്പോൾ അസുരന്മാർ തടുക്കും. അവരാണ് എല്ലായിടത്തും നിറഞ്ഞു കിടക്കുന്നത്. ഗവൺമെൻറ് എന്തെങ്കിലും ഒരു നല്ല പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ അപ്പുറം അസുരന്മാർ വന്നിട്ട് എതിർക്കും. വേണ്ട, അതൊന്നും വേണ്ട, ഇവിടെ ഇത് മതി എന്ന് പറഞ്ഞു. അപ്പം ഈ അസുരന്മാരെ എപ്പോഴും എല്ലായിടത്തും ലോകം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പം ഇവർ വികസിച്ചിട്ട് ലോകം മുഴുവൻ വ്യാപിച്ചു.
എന്തെങ്കിലും ഒരു ഇപ്പോൾ ഊർജം കണമായി മാറുമ്പോൾ അവിടെ പാര വെക്കും. അങ്ങനെ കണമൊന്നും ആകണ്ട, ഊർജമായിട്ട് നിന്നാൽ മതി, സത്വഗുണത്തിൽ നിന്നാൽ മതി, മറ്റേത് വേണ്ട. ഇപ്പം ഇവരെ ലോകം മുഴുവൻ നിറഞ്ഞു. 17 എന്നിട്ട് അവരുടെ കിരീടം അവരുടെ ആധിപത്യമാണ്, അസുരന്മാരുടെ ആധിപത്യമാണ് ഇവിടെ ലോകത്തിൽ. അവരുടെ കിരീടം ആകാശം വരെ മുട്ടി എന്നാണ് പറയുന്നത്. അതായത് ലോകം മുഴുവൻ അവരെ കൺട്രോളിലാണ്. ഇന്നും അസുരന്മാരുടെ കൺട്രോളിലാണ്. നിങ്ങൾ എന്തെങ്കിലും നല്ലൊരു പ്രവർത്തി ചെയ്യാൻ ഇറങ്ങി തിരിച്ചു നോക്കൂ, ഉടനെ പാര വരും. അത് ഏത് സ്ഥലത്ത് ഏത് നാട്ടിൽ പോയി ചെയ്താലും ഉടനെ ഒരു പാരയോടെ ഉണ്ടാകും. അപ്പൊ അതിൻ്റെ തുടക്കം അന്ന് ആദ്യം ഇവരിലൂട്ടിയാണ് എന്നേ ഉള്ളൂ. ഇന്നും ഈ പാരകൾ തന്നെയാണ് ലോകത്തെ കീഴടക്കുന്നത്. അത് തന്നെയാണ് തമോ ഗുണം, അത് തന്നെയാണ് ന്യൂട്ടന്റെ തേർഡ് ലോ. ഇതിനെ മറന്ന് അതിൻ്റെ ഫലമായിട്ട് ലോകം അങ്ങനെ ഒരു മുരടിച്ചു നിൽക്കും. അതാണ് സത്വഗുണം. അതായത് ഇന്നെങ്ങനെയാണോ അതേപോലെയുള്ള അവസ്ഥയിൽ അങ്ങനെ നിൽക്കും. അതാണ് സത്വഗുണം. അതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. എല്ലാ വസ്തുക്കൾക്കും അതേ അവസ്ഥയിൽ തുടരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇതിൽ നിന്നും ഒരു പുരോഗതിയിലേക്ക് കടക്കണ്ടെങ്കിൽ ഒരു രജോ ഗുണം, ഒരു ബലം പ്രയോഗിക്കണം. ആ ബലത്തെയാണ് ദേവന്മാരെന്നെല്ലാം പറയുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവന്മാരാണ്. ആ ബലരൂപത്തിൽ വരുന്നതിനും ദേവന്മാരെന്ന് പറയും. ആ ദേവന്മാരിറങ്ങുമ്പോൾ ഉടനെ തന്നെ പിന്നിൽ നിന്ന് പിടിച്ചു വലിക്കാൻ ന്യൂട്ടന്റെ തേർഡ് ലോ ഉണ്ട്. അസുരന്മാരുണ്ട്, സമ്മതിക്കില്ല. ലോകത്തിൽ എവിടെ എന്തിനിറങ്ങിക്കഴിഞ്ഞാലും ഇപ്പോൾ ഒരു കല്ലെടുത്ത് നമ്മൾ ഉയർത്തണ്ടിക്കലും അസുരന്മാരവിടെ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ മസിലെല്ലാം പിടിച്ചുകൊണ്ട് കല്ല് പിടിച്ചുയർത്തുന്നത്. ഒരു ബലം പ്രയോഗിച്ചിട്ട് ആ ബലത്തെയാണ് ദേവന്മാരെന്ന് പറയുന്നത്. ആ ബലത്തിലൂടെയാണ് നമ്മളൊരു കർമ്മം ചെയ്യുന്നത്. അപ്പൊ കർമ്മത്തിന് സഹായിക്കുന്നതായതുകൊണ്ട് അതിനെ അസുരന്മാരെന്നും, ഭൂമി പിടിച്ച് അങ്ങനെ കല്ലിനെ ഉയർത്തണ്ടായെന്ന് പറഞ്ഞ് താഴത്തോട്ടേക്ക് പിടിച്ച് വലിക്കുന്നതിന് റിയാക്ഷൻ അല്ലെങ്കിൽ അസുരന്മാരെന്നും പറയുന്നു. അപ്പൊ അസുരന്മാരെവിടെയുണ്ട്? ലോകം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. അവരന്ന് നിറഞ്ഞതാണ്. അപ്പൊ അവരുടെ പൊൻകിരീടം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അവരുടെ കിരീടത്തിലാണ് ഉള്ളത്. ആകാശം തൊട്ടിരിക്കുകയാണ്. ദിക്കുകളെ തടയുന്ന വിവരം തടിച്ചവരാണ്. എല്ലാ ദിക്കും അവർ നിറഞ്ഞു കിടക്കും. അത്രയും തടിച്ചവരാണ്. എവിടെയുണ്ട്? ഇപ്പൊ കേരളത്തിൽ ഒരു ചെറിയ എന്തൊക്കെ ഒരു പുതിയ പ്രൊജക്റ്റിന് ഇറങ്ങിയാണെങ്കിൽ പാര വരും. തമിഴ്നാട്ടിലാണെങ്കിൽ പാര വരും. എവിടെ പോയാലും ഇപ്പം ഏത് നാട്ടിലായാലും എന്തൊക്കെ ഒന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ അവിടെ പാര ഉണ്ടാകും. ഒന്നുമില്ലെങ്കിൽ പ്രകൃതിയെ മല്ലടിച്ചു കൊണ്ട് വേണം പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാൻ. കാരണം ഒരു പുതിയ അണക്കെട്ട് കെട്ടടിക്കലും മനുഷ്യ പ്രയത്നം കൊണ്ട് കല്ലുകളെല്ലാം പൊക്കിയെടുത്ത് പൊക്കാൻ എതിർക്കുന്നുണ്ട് ഭൂമി. അങ്ങനെ കല്ല് പൊക്കണ്ട, നീനെല്ലാം മനുഷ്യരെ കൊണ്ടും ക്രെയിനുകളെല്ലാം ഉപയോഗിച്ച് പൊക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് കെട്ടിടം കെട്ടാൻ പറ്റും. അപ്പം എവിടെയും ഈ അസുരരുണ്ട്. അവരെ തട്ടിച്ച് കൊടുത്തങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ബലങ്ങളെയാണ് അസുരരായിട്ട് ചിത്രീകരിച്ചത്. അല്ലാതെ കഥയിൽ വരുമ്പം കണ്ണും മൂക്കും എല്ലാം വെച്ച് നല്ല കിരീടെല്ലാം വെച്ച് കാണിക്കും. അവര് പാദം വെക്കുമ്പോൾ ഭൂമിയെല്ലാം ഇങ്ങനെ കുലുങ്ങുകയാണ് എന്ന് പറയുകയാണ്. ഇവര് പാദം വെച്ച് നടന്നു പോകുമ്പോൾ അരപ്പട്ടയെല്ലാം കെട്ടിയിട്ടാണ് അവരുടെ പോക്ക്. ആദിത്യനെ തന്നെ, സൂര്യനെ തന്നെ അതിക്രമിച്ച് നിൽക്കുകയാണ്. സൂര്യനൊന്നും അതിൻ്റെ ഇടയ്ക്ക് ഒന്നുമല്ല. സൂര്യന് പോലും ഭൂമിയിലുള്ള ജലത്തെ ഉയർത്തിയിട്ടാണല്ലോ മേഘമുണ്ടാക്കിയിട്ട് മഴയുണ്ടാക്കുന്നത്. അത് എത്രയോ ഊർജം ഭൂമിയിലേക്ക് അയച്ചിട്ട് വെള്ളത്തെ ചൂടാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ വെള്ളത്തെ സമ്മതിക്കില്ല ഈ അസുരന്മാർ. അങ്ങനെ പൊന്തിപ്പോകാൻ സമ്മതിക്കില്ല. പിന്നെ സൂര്യൻ കുറേ അഗ്നിയെ കൊടുത്ത് ചൂടാക്കിയിട്ടാണ് ബാഷ്പീകരിച്ച് കൊണ്ടുപോകുന്നത്. അപ്പം സൂര്യനെ പോലും അതിക്രമിച്ചിട്ടാണ് അവരെ നിൽപ്പ്. ഇനി പരട്ടില് കശ്യപ പ്രജാപതിയാണ് അവർക്ക് നാമകരണം ചെയ്തത്. അപ്പൊ ആദ്യമുണ്ടായ ബലങ്ങളെ രണ്ടായി തിരിക്കുകയാണ്. അതില് കശ്യപന്റെ ബീജം ആദ്യം ഗർഭപാത്രത്തിൽ വീണതിനെയാണ്
ഹിരണ്യകശിപു എന്ന് പറയുന്നത്. ഗർഭപാത്രത്തില് കശ്യപന്റെ ബീജം, യഥാർത്ഥത്തിൽ ബീജമൊന്നുമല്ലേ, ആദ്യം ഉണ്ടായ രണ്ട് ബലങ്ങളുടെ അർത്ഥമുള്ളൂ. കശ്യപൻ എന്ന ബലത്തിൽ നിന്നാണ് ഇത്തരം ഉണ്ടാകുന്നത്. അപ്പൊ ആ ബലത്തെയാണ് ഹിരണ്യകശിപു. അപ്പം നമ്മൾ ബീജം ആദ്യം ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്നതാണ് സമയം എടുക്കേണ്ടത്. ഇരട്ട പ്രസവിക്കുകയാണെങ്കിലും അത് നമുക്ക് ബീജം നോക്കാൻ പറ്റില്ല. രണ്ടാമത് ആദ്യം പ്രസവിച്ചത് ഹിരണ്യാക്ഷനാണ്, പക്ഷെ അവൻ ഇളയവനാണ്. ഇപ്പം നമ്മളിന്ന് ജാതകം എഴുതുമ്പോൾ ആദ്യം പ്രസവിച്ച കണക്കിലാണ് മൂത്തവനി ഇളയവനി തീരുമാനിക്കുക. അങ്ങനെയല്ല വേണ്ടത്. അത് നമ്മൾ യുക്തിവാദികൾ പറയുന്ന മാതിരി ബീജം എപ്പോഴാണോ അണ്ടുമായി അതിൻ്റെ കൂടിച്ചേരുന്നത് അതാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. ജനിക്കുമ്പം പക്ഷേ രണ്ടാമത്തവനായിരിക്കും ആദ്യം കയറി വരുക. ഇപ്പം നമ്മളിത് സഞ്ചിയിൽ ആദ്യം തേങ്ങ കുറേ മാങ്ങിയിട്ടെന്ന് വെച്ചോ, ആ സഞ്ചിയിലിടും. പുറത്തേക്ക് എടുക്കുമ്പോൾ പുറത്ത് അവസാനം ഇട്ടതായിരിക്കും ആദ്യം പുറത്തേക്ക് എടുക്കുക. അപ്പം അത് പക്ഷേ ജ്യോതിഷത്തിൽ അങ്ങനെ ആ ചെറിയ വ്യത്യാസങ്ങളൊന്നും മൈക്രോ സെക്കൻഡ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. അങ്ങനെയാണ് ജ്യോതിഷം ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് സമയമൊന്നും തെറ്റിപ്പോയതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അതിനൊന്നും കയറി പിടിക്കണ്ട. അങ്ങനെ ആദ്യം ഭൂമിയിലേക്ക് പതിച്ചത് ഹിരണ്യാക്ഷനാണെങ്കിലും ആദ്യം ഗർഭപാത്രത്തിൽ കശ്യപന്റെ ബീജം വീണിട്ടുണ്ടായത് ഹിരണ്യകശിപുവാണ്. അപ്പം ഹിരണ്യകശിപുവാണ് മൂത്തവൻ. എന്നിട്ട് 19 പറയുന്നു ബ്രഹ്മാവിന്റെ വരം. പിന്നെ അവർ ബ്രഹ്മാവിന്റെ അതിനെപ്പറ്റിയൊന്നും ഇവിടെ പറയുന്നില്ല. ബ്രഹ്മാവിൽ നിന്ന് ആർക്കും ഒന്നും കീഴടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വരയെല്ലാം വാങ്ങിയിട്ട് ഇവരെന്ത് ചെയ്തു? ഹിരണ്യകശിപു 3 ലോകത്തെയും അങ്ങ് കീഴടക്കി. മരണമില്ലെന്ന വരയെല്ലാം വാങ്ങിയിട്ട് ഇവർ രണ്ടുപേരും കൂടി മരണമില്ലെന്ന് വരയെല്ലാം വാങ്ങി അവരെ ചുരുക്കി ഇവിടെ പറഞ്ഞതാണ്. എന്നിട്ട് ഹിരണ്യകശിപു എന്ത് ചെയ്തു? 3 ലോകങ്ങളെയും കീഴടക്കി. എന്നിട്ട് 20 അവന് പ്രീതി ഉളവാക്കിക്കൊണ്ട്, അവനെക്കാട്ടി കുറച്ച് പ്രീതി ഉളവാക്കിക്കൊണ്ട്, ഹിരണ്യകശിപു ആണല്ലോ മൂത്തത്, അനുജൻ എന്ത് ചെയ്തു? ഹിരണ്യാക്ഷൻ നേരെ യുദ്ധക്കൊതി മൂത്തിട്ട് ഗതിയും എടുത്തിട്ട് നേരെ സ്വർഗത്തിലേക്ക് പോയി. അവിടെ കിടക്കയല്ലേ ഇന്ദ്രനും മറ്റുള്ളത്. നേരെ സ്വർഗത്തിലേക്ക് പോയി. അപ്പൊ അവന്റെ പോക്കിനെ പറ്റി വർണ്ണിക്കുകയാണ്. 21, 22 ഭയങ്കര വേഗത്തിലാണ് പോയത്. തങ്കച്ചിലങ്കൾ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടാണ് പോയത്. വൈജയന്തി മാലയിൽ അണിഞ്ഞുകൊണ്ട് ഗതേലം ചുമലിൽ ഗതേലം വെച്ചുകൊണ്ടാണ് പോകുന്നത്. വലിയ ഭയങ്കര ഗർവോടുകൂടി എല്ലാവരും ഭയം ജനിപ്പിക്കുന്ന തരത്തിൽ പോയപ്പോൾ അവനെ കണ്ടിട്ട് കുറേ ദേവന്മാരെല്ലാം ഒളിച്ചു പോയി, എവിടെയെല്ലാം ഒളിച്ചു. ഇവൻ വരുന്ന കണ്ടപ്പോൾ തന്നെ. ഇനി 23 ദൈത്യരാജാവായ അവൻ രാജാക്കന്മാരെ പോയി കുറേ ദേവന്മാരെല്ലാം പോയി ഒളിച്ചതൊന്നും കണ്ടില്ല. പക്ഷെ കണ്ടു അവിടെ ഇന്ദ്രൻ ഇരിക്കുന്നുണ്ട്. ഇന്ദ്രനും മറ്റേ കുറേ ദേവങ്ങളെല്ലാം കണ്ടാകുമ്പോൾ ഒന്ന് ഗർജിച്ചു, അവരുടെ നേരെ ഗർജിച്ചു, അലറി. എന്നിട്ട് അവനെന്ത് ചെയ്തു? ഒന്ന് രസിച്ചു കളയാം, കുളിച്ചൊന്ന് മതിച്ചു കളയാമെന്ന് കണ്ടിട്ട് 24 അവൻ സമുദ്രത്തിലേക്കാണ് ആദ്യം ഇറങ്ങിയത്. പാതാള ലോകത്തിലേക്ക്. പാതാളം ആദ്യം പിടിക്കാന്നുള്ള തരത്തിലാണ്. സ്വർഗം പിന്നെ പിടിക്കും. നേരെ പാതാളത്തിലേക്ക് ഇറങ്ങി. ആനയെപ്പോലെ ജലത്തിലിറങ്ങി എന്ന് പറയുകയാണ്. അപ്പോൾ ആനയെപ്പോലെ, കാരണം അന്ന് എന്തേ ഉള്ളൂ? ഈ സ്വർഗം ഇതൊന്നും ഉണ്ടായിട്ടില്ല. ആകെ ഉള്ളത് പാതാളം എന്ന് പറയുന്നത് ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ മുകളിലുള്ള സംഗതികളാണ്. സാഗരമാണ്, കാരണസാഗരമാണ്. പാതാളം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയുടെ അടിയിലേക്ക് പോയാൽ തന്മാത്രകൾ കാണും, ആറ്റങ്ങൾ കാണും, പിന്നെ കണങ്ങൾ കാണും, പിന്നെ അവസാനം വരുന്ന എന്താണ്? ഊർജം മാത്രമാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ഊർജങ്ങൾ. ആ ഊർജത്തിൽ നിന്നാണ് കണങ്ങളെല്ലാം ഉണ്ടായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഇന്ന് ലോകമുള്ളത്. അതുകൊണ്ട് അവിടെയാണ് പോയത്. അവിടെ പോയിട്ട്
അപ്പോൾ സാഗരം മാത്രമേ ഉള്ളൂ. ആ സാഗരത്തിലാണ് പോയി മുങ്ങിയ അന്ന്. കാരണം സാഗരം അന്നും തരംഗങ്ങളിൽ ഇങ്ങനെ ആകാശത്തിൽ കുറേ ഗോളങ്ങൾ ഇങ്ങനെ ഒരു മാതിരിയെല്ലാം കിടക്കുന്നുണ്ട്. അവിടെ പോയിട്ടാണ് അവൻ പോയി മുങ്ങിയത്. അപ്പോൾ അവിടെ ജലം എന്ത് ചെയ്തു? ജലത്തിൻ്റെ ദേവത ഏതാണ്? അതെല്ലാം ഉണ്ടാകുന്ന ഏതിലൂട്ടിയാണ്? വരുണനിലൂട്ടിയാണ്. വരുണൻ ആരാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓർബിറ്റാണ്. ആറ്റങ്ങളിലെ ഓർബിറ്റിലൂടെയാണ് കണങ്ങളെല്ലാമായിട്ട് മാറുന്നത്, അല്ല ആറ്റങ്ങളായിട്ട് മാറുന്നത്. ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ന്യൂക്ലിയസ് നടുവിൽ നിൽക്കും. എന്നിട്ട് ഇലക്ട്രോണിനെ ഓർബിറ്റിലൂടെ ചുറ്റിക്കും. ഈ ഓർബിറ്റാണ് മറ്റുള്ളതുമായിട്ട് കൂടി കൂടി ചെയിനുമായി ചേർന്ന് തന്മാത്രകളും പ്രപഞ്ചമെല്ലാമായിട്ട് മാറുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ ഓർബിറ്റുകളാണ് ഈ പ്രപഞ്ചം മുഴുവനായിട്ട് മാറുന്നത്. നമ്മളെല്ലാം ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ആറ്റം എന്ന് പറഞ്ഞാൽ നടുവിലൊരു ന്യൂക്ലിയസും അതിൻ്റെ ചുറ്റും ഓർബിറ്റ് ഇലക്ട്രോണ് ചുറ്റുന്നുണ്ട്. അതിനെ എട്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം കൂടിച്ചേരും. ഇങ്ങനെ കൂടി ചേർന്നിട്ടാണ് തന്മാത്രകൾ, ഈ കല്ലുകൾ, നമ്മളെ ശരീരം, ജനിതഘടന എല്ലാം ഉണ്ടായിട്ട് പ്രപഞ്ചം മുഴുവൻ നടക്കുന്നത് ഈ ഓർബിറ്റുകൾ പങ്കെടുത്തിട്ടാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ രാജാവ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് പറയുകയാണ്? സമുദ്ര രാജാവായ വരുണനെ അവിടെ കണ്ടു. അവരെ കണ്ടപ്പോൾ ജലജീവികളെല്ലാം ഭയന്നോടി എന്നെല്ലാം പറയുന്നത് വെറുതെ ചുമ്മാ. അത് ഇന്നത്തെ കാലത്താണെങ്കിൽ ജലജീവികളോട് അവിടെ പോയിട്ട് അവനൊന്നും ചെയ്തില്ല. അവൻ കുറേ കാലം അവിടെ ആ സമുദ്രത്തിൽ 1000 വർഷത്തോളം, അനേക വർഷത്തോളം അവൻ ജലത്തിൽ അങ്ങനെ ഒളിച്ചു കിടന്നു. അപ്പം ഈ ഉണ്ടായ ആ റിയാക്ഷൻ പ്രതിപ്രവർത്തനം നടത്തുന്ന അസുരന്മാര് കുറേ കാലം ഈ ശൂന്യമായ അന്നത്തെ സമുദ്രം, കാരണജലം എന്നെല്ലാം പറയുന്ന ആ ജലത്തിൽ അങ്ങനെ കുറേ കാലം അങ്ങനെ കഴിഞ്ഞു കൂടി. ആ വെള്ളത്തിൽ ഊഴിയെടുത്തുകൊണ്ട് ആ വെള്ളത്തെ എല്ലാം ഗത കൊണ്ട് അടിച്ചിട്ട്, അതെല്ലാം കഥയിൽ പറയുന്നതാണ്. അതായത് ഗത കൊണ്ട് അടിക്കുമ്പോൾ, വെള്ളത്തിലടിക്കുമ്പോൾ എന്തുണ്ടാവും? തരംഗങ്ങളുണ്ടാവും. അപ്പോൾ അന്ന് തരംഗങ്ങളെല്ലാം ഉള്ളത്. ആ തരംഗത്തിൻ്റെ ഇടയ്ക്ക് ഇവനെങ്ങനെ സൂചിച്ച് ഈ എന്തുണ്ട്? ആ തരംഗം ഇലക്ട്രോണും പ്രോട്ടോണും ആകുന്നതിനും പാര വെച്ചുകൊണ്ട് ഇവനവിടെ ഉണ്ട്. തരംഗങ്ങളെയൊന്നും കൂടി യോജിപ്പിക്കാൻ സമ്മതിക്കില്ല. തരംഗങ്ങൾ കൂടി യോജിപ്പിച്ചിട്ടാണ് ആറ്റങ്ങൾ ഉണ്ടാകേണ്ടത്, കണങ്ങൾ ഉണ്ടാകേണ്ടത്. അതിനൊന്നും സമ്മതിക്കാതെ ഇവൻ ഗത കൊണ്ട് ആ സമുദ്രത്തിൽ ഇങ്ങനെ അടിച്ച് പൊളിച്ചുകൊണ്ട് കുറേ കാലം കഴിഞ്ഞു. ഇതെല്ലാം കുറച്ച് കെമിസ്ട്രിയിലൂടെ പോകണം, അല്ലെങ്കിൽ പിടിയിട്ടില്ല. തരംഗമേ ഉള്ളൂ. ഈ തരംഗങ്ങൾ കൂടി ചേർന്നിട്ടാണ് കണങ്ങളാകേണ്ടത്. കണങ്ങളായതിൻ്റെ ശേഷമാണ് ആറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആറ്റം ഉണ്ടാകുമ്പോൾ ഓർബിറ്റ് വരും. അപ്പോഴാണ് വരുണനാണ് കയറി വരുന്നത്. പിന്നെ ഈ ഓർബിറ്റുകൾ ചെയിനായിട്ട് യോജിപ്പിച്ചിട്ടാണ് പ്രപഞ്ചമായി മാറുന്നത്. അപ്പോൾ ഇപ്പം തരംഗമേ ഉള്ളൂ. ഈ തരംഗം ആറ്റമാകുമ്പോൾ എപ്പോഴും ഈ അസുരന്മാരെന്ത് ചെയ്യുക? അങ്ങനെ ആറ്റമൊന്നും ആകണ്ടെന്ന് പറയും. തരംഗങ്ങൾ കൂടി ചേർന്നിട്ടാണ് കണങ്ങൾ ഉണ്ടാകുന്നത്. ആറ്റങ്ങളല്ല, ഇലക്ട്രോൺ കണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഇവൻ അവിടെ കിടന്നിട്ട് ആ തരംഗങ്ങളിൽ അടിച്ച് പൊളിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. തരംഗങ്ങൾ അങ്ങനെ കൂടിച്ചേരിയൊന്നും വേണ്ട, കണങ്ങളാവും വേണ്ട എന്നുള്ള നിലയിലാണ് ഇവൻ്റെ പോക്ക്. അപ്പം കുറേ കാലം അങ്ങനെ കഴിഞ്ഞു. അത് എല്ലാം ഒരു സമയം വെച്ചിട്ടാണ് പോകുന്നത്. സമയം വെച്ചിട്ട് പോകുമ്പോൾ ഒരു സമയത്തുമ്പോഴാണ് ഇതിനെ മറികടന്നുകൊണ്ട് കണങ്ങൾ ഉണ്ടാവുക. പിന്നെ കണങ്ങൾ കൂടി ചേർന്നിട്ട് ആറ്റങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെ വരിക. അപ്പം അങ്ങനെ അവൻ കുറച്ചു കാലം അവിടെ ഇങ്ങനെ വിലസിയതിൻ്റെ ശേഷം അപ്പോൾ ഇരിക്കുന്നു വരുണൻ. വരുണനേത്? ഓർബിറ്റാണ്ടവൻ. ഈ തരംഗങ്ങൾ കൂടി ചേർത്തിട്ട് കണമുണ്ടാവും. കണം പിന്നെ ന്യൂക്ലിയസിന് ചുറ്റും ചുറ്റണം. ഒന്നിന് മറ്റൊന്നിൻ്റെ ചുറ്റും ഓർബിറ്റിൽ ചുറ്റണം. അതാണ് അപ്പം മുതലാണ് വരുണൻ ആക്റ്റീവ് ആകുന്നത്. അപ്പം വരുണനാണ് ഇരിക്കുന്നുണ്ട്. അപ്പം വരുണനെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, എനിക്കൊരു യുദ്ധം തരിക. എനിക്ക് ഇവിടെ ഏറ്റുമുട്ടാൻ ആരുമില്ല. ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, അവിടെ മനുഷ്യരും ഇല്ല, പക്ഷികളും ഇല്ല, ഒന്നും കളിക്കാൻ ആരും ഇല്ല. അവൻ ചോദിച്ചേ, എനിക്ക് ഏറ്റുമുട്ടാൻ ആരും ഇല്ല എന്ന്. അപ്പൊ ഈ വരുണനോട് ചോദിച്ചു, മഹാരാജാവേ, അങ്ങാണല്ലോ ലോകപാലകനും ദുരഹങ്കാരിയാണ്. എനിക്കൊരു അഹങ്കാരമുണ്ട്. നീയാണ് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇങ്ങനെ കോർത്ത്. അപ്പൊ നീ ഭയങ്കര അഹങ്കാരിയല്ലാണ്. നീ മുമ്പ് ദൈത്യന്മാരെയും ദാനവന്മാരെയും എല്ലാം ജയിച്ചിട്ട് രാജസയുഗ യജ്ഞമെല്ലാം നടത്തിയായിട്ട് എനിക്കറിയാം. അത് കഴിഞ്ഞ യുഗത്തിൽ നീ എന്ത് ചെയ്തിട്ടുണ്ട്?
ഈ ശത്രുക്കളെയെല്ലാം നമ്മളെ പോലെയുള്ളവരെയെല്ലാം തടുത്തിട്ട് പൊട്ടിച്ചിട്ട് നീ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഊർജത്തെ കണങ്ങളായും കണങ്ങളെ ആറ്റങ്ങളായും ആറ്റങ്ങളെ ഇതെല്ലാം ആക്കി മാറ്റിയിട്ട് ഈ വലിയ പ്രപഞ്ചമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നമ്മളെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് ഈ എതിർപ്പിനെ, റിയാക്ഷനെ, അതെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് നീ വലിയ വില്ലനായിട്ട് നിൽക്കുകയാണല്ലോ, എനിക്കൊരു യുദ്ധം താന്നു. അപ്പോൾ 29:30 ഇത് കേട്ട വരുണൻ പറഞ്ഞു, ഉള്ളിൽ വലിയ ദേഷ്യം വന്നിട്ടുണ്ട്, എന്നാലും ബുദ്ധി ഉപയോഗിച്ചിട്ട് മിണ്ടാണ്ടിരുന്നു. മൗനം വിദ്വാന് ഭൂഷണം. എന്നിട്ട് പറഞ്ഞു, ചങ്ങാതി, ഞങ്ങളിപ്പോൾ ഒതുങ്ങി കൂടിയിരിക്കുകയാണ്, നമുക്ക് ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ ഓർബിറ്റും ഇല്ല, ഇവിടെ ആറ്റങ്ങളും ഇല്ല, ഓർബിറ്റും ഇല്ല, ഒന്നുമില്ല, തരംഗം മാത്രമുണ്ട്. ആ തരംഗത്തെ നീ അടിച്ച് കലക്കിക്കൊണ്ടിരിക്കുകയാണ്, ആ കണങ്ങളാകുന്നത് തടഞ്ഞുകൊണ്ട്. ഞാനിങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. എന്നോട് നിനക്ക് ഏറ്റുമുട്ടൽ ഒരു കാര്യമില്ല. ഒതുങ്ങിക്കിടക്കുന്നവനോട് ഏറ്റുമുട്ടുന്നതിൽ നിനക്ക് ഒരു ക്രെഡിറ്റും കിട്ടാൻ പോകുന്നില്ല. പിന്നെ എന്തുണ്ട്? അവിടെ ഒരു കക്ഷി ഇരിക്കുന്നുണ്ട്. ആര്? വിഷ്ണു. എവിടെ? വിഷ്ണു ലോകത്തിൽ. ആശാനാണല്ലോ, ആ ബ്രഹ്മമാണല്ലോ ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ശക്തി. നിനക്ക് പറ്റിയ കക്ഷി അവിടെ ഇരിക്കുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് ചെല്ലും. അതിനാൽ അദ്ദേഹത്തെ പോയി സമീപിക്കുക. നിനക്ക് യുദ്ധം ചെയ്യുവാൻ പറ്റിയ ശരിയായ ഒരുവൻ അവിടെ, ആദിയായ അവൻ, ആദിയിലുള്ള അവൻ. അതാരാണ്? ബ്രഹ്മമാകാം, അല്ലെങ്കിൽ ഈ കഥയിലാവുമ്പോൾ ഭഗവാൻ. ആ ഭഗവാൻ അവിടെയുണ്ട്, ആദിയിലുള്ള അവൻ അവിടെയുണ്ട്. നീ അവൻ്റെ അടുത്ത് പോയി ചെല്ലും. നിനക്ക്, എന്നിട്ട് 31 പറഞ്ഞ, നിനക്ക് യോജിച്ചവനാണ് അവൻ. അവനെ നീ ഉടനെ തന്നെ പോയി ചെയ്യുന്ന കണ്ടോളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ തമ്മിൽ തല്ലിയിട്ട് അടി കിട്ടിയിട്ട് വീണ് കിടക്കുന്ന പട്ടിയെ പോലെ, നായ്ക്കളെ പോലെ നിനക്കട അവിടെ കിടക്കാൻ പറ്റും എന്നൊന്ന് ചൂടാക്കിയിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടുകൊടുത്തിരിക്കുകയാണ്.